ലീഗുകാരും കോൺഗ്രസ്സുകാരും ഞാനടക്കം നിങ്ങളുടെ രാഷ്ട്രീയത്തിനെ വിമർശിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ആളുകളെയും ചേർത്ത് പുളിച്ചത്തെറി പറയുന്നത് നിങ്ങൾ ഈ അഴിച്ചുവിടുന്ന നുണേശിസം കേട്ടിട്ടാണ്. ഇനി ഇതിന്റെ വരവ് എവിടെന്നാന്ന് ഉള്ളതിന് തെളിവ് ഞാൻ കാണിച്ചു തരാം. വിരുദ്ധ ഹേറ്റിനെതിരായിട്ടല്ല, അത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിനെതിരായിട്ട് അദ്ദേഹം നടത്തുന്ന പച്ച വർഗീയത എന്നാണ്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ എന്നെ ടാഗ് ചെയ്തുകൊണ്ട് ഞാനാണ് ഈ എവിക്ഷൻ ഡ്രൈവ് നടത്തിയത് എന്ന മട്ടിൽ പോലെ ഇത് വന്നിട്ടുണ്ട്. ഈ സമുദായ സംഘടനകളുണ്ടെങ്കിലും LDF അധികാരത്തിൽ വന്ന സഭാ തെരഞ്ഞെടുപ്പ് ഭീമാപ്പള്ളി ആവർത്തിക്കും കേട്ടോ. പ്രവാസ ലോകത്ത് പണി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വീട്ടിൽ വന്ന് ബെഡിൽ കിടക്കുന്ന നേരത്ത് ഫേസ്ബുക്ക് അങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ സമയം നോക്കി വിഷം കുത്തി വെക്കാനായിട്ട് അജിംസും ദാവൂദും മൗദൂദി വണ്ണും ഇരുട്ട് മുറിച്ചർ സഖാവിൻ്റെ ആദ്യത്തെ വേവലാതി സഖാവിടുന്ന വീഡിയോക്ക് താഴെ കമൻറ്റുകളെ കുറിച്ചിട്ടാണ്. സഖാവേ ഇപ്പം നമ്മളിടുന്ന വീഡിയോക്ക് താഴെ ഇതുപോലെ തന്നെ CPM-ൻ്റെ ചില ആളുകൾ വന്നിട്ട് വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. കാരണം രാഷ്ട്രീയമാണ് നമ്മൾ പറയേണ്ടത്, ആദർശമാണ് പറയേണ്ടത്. ആദർശത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ആദർശമാണ് നമ്മൾ പറയുന്നത്. അതിനനുസരിച്ച് ആദർശം തന്നെയാണ് തിരിച്ചു പറയേണ്ടത്. പക്ഷെ അതിനനുസരിച്ച് അതല്ല നിങ്ങളിൽ നിന്നൊക്കെ പലപ്പോഴും കാണുന്നത്. സഖാക്കളിൽ നിന്നൊക്കെ വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. അത്തരം ആളുകളൊക്കെ നമ്മൾ എന്തേ ചെയ്യൽ ബ്ലോക്ക് ചെയ്യും. കാരണം നമുക്കത് കേൾക്കാൻ വയ്യ. കാരണം നമുക്കതിന് മറുപടി കൊടുക്കാനും പറ്റൂല. അവർ പറയണമാതിരി നിങ്ങൾ പറയണമാതിരിയുള്ള മറുപടികളൊന്നും നമുക്കൊരിക്കലും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ പാർട്ടി എന്ന് പറഞ്ഞ ആശയമാണ്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ടി പ്രവർത്തിക്കുന്നത്. അല്ലാതെ ആളുകളെ ചീത്ത പറയാനല്ല. വൃത്തികേട്, ഏറ്റവും വലിയ വൃത്തികേട്. ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ എന്താ, മൗദൂദി പത്രം മീഡിയ വണ്ണിനെ കുറിച്ചാണ്, ദാവൂദിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ കുറിച്ചിട്ടാണ്. എന്നാൽ ഇപ്പം ഇങ്ങനെയൊക്കെ ഇവരൊക്കെ വേണ്ടതായത് മുമ്പ് ദേശാഭിമാനി ഇട്ടിരുന്ന വീട്ടിലൊക്കെ ഈ മാധ്യമം ഇട്ടുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നിങ്ങൾ മാധ്യമം നിർബന്ധിച്ച് വായിപ്പിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ദേശാഭിമാനിയൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലേ? എന്തിനാണ് ഇപ്പം നിങ്ങളുടെ കൂടെ അല്ല ജമാഅത്ത് ഇസ്ലാമി? അതാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളൊരു വിദ്വാന് ഇതേമാതിരി ഗൾഫിലേക്ക് കത്തെഴുതുന്നില്ല, ഇത് അവിടെ നിരോധിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടെന്തായി? ഒന്നും ആയില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കൂടെ ആണെങ്കിൽ, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പത്രമാണെങ്കിൽ, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചാനലാണെങ്കിൽ, നിങ്ങൾക്ക് സപ്പോർട്ടുള്ള ഒരു സംഘടന, ഒരു മതസംഘടന ആണെങ്കിൽ അവർ നിങ്ങൾക്ക് ഏറ്റവും നല്ല മതേതരവാദികളും ഏറ്റവും നല്ല ആളുകളും നല്ല ചാനലുകളും നല്ല ചാനൽ പ്രവർത്തകരും ദാവൂദൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവനും ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക്. പക്ഷെ നിങ്ങളെ കൂടെ അല്ല എങ്കിൽ നിങ്ങൾക്ക് അവർ മോശപ്പെട്ടവരായി, വർഗീയവാദികളായി, ഏറ്റവും കൂടുതൽ വർഗീയ വിഷമതി. നിങ്ങളെ ആരെയാണ് നിങ്ങൾ ഈ കക്ഷത്ത് കൊണ്ടു നടക്കുന്നത്? വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളാണ്. ആരാണ് വെള്ളാപ്പള്ളി? ഏറ്റവും കൊടിയ വർഗീയവാദി അല്ലേ? വെള്ളാപ്പള്ളിയെ ചുവട് പിടിച്ചിട്ടാണല്ല നിങ്ങളെ മന്ത്രി ബാലന്, അതുപോലെ സജി ചെറിയാൻ. ഇതൊന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊന്നും വിഷയമില്ലേ? നിങ്ങൾ ഈ വന്നിട്ട് ഈ ജോലി കഴിഞ്ഞിട്ട് രാവിലെ ജോലി കഴിഞ്ഞ് വന്നിട്ട് രാത്രി വന്ന് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കുന്ന മീഡിയ വണ്ണം. എന്തിനാണ് മീഡിയ വണ്ണം നോക്കേണ്ട ആവശ്യം? നിങ്ങൾ പറയുന്ന വർഗീയത കാണണമെങ്കിൽ തന്നെ ഏഷ്യാനെറ്റ് നോക്കിയാൽ മതി, 24 നോക്കിയാൽ മതി, അതുപോലെ തന്നെ റിപ്പോർട്ട് ചാനൽ നോക്കി നിങ്ങൾ. പിന്നെ നിങ്ങളെന്തിനാ ഇത് മാത്രം നോക്കേണ്ട ആവശ്യം? ഇതിലാണ് കാര്യമുള്ളത്. കാരണം എന്താണ് മൗദൂദി ചാനൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ചാനൽ. അപ്പോൾ അതിനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആളുകളോട് പറയാൻ പറ്റിയ ചാനലും അത് തന്നെയാണ്. കാരണം എല്ലാവർക്കും ഇതാണല്ല ഏറ്റവും വലിയ വെറുക്കപ്പെട്ട ചാനൽ. ഇവ എല്ലാ ചാനലും കാണണം സഖാവേ, എല്ലാ ചാനലും കാണണം. ഇത് മാത്രം കണ്ടാൽ പോരാ, കൈരളി മാത്രം കണ്ടാൽ പോരാ, എല്ലാ ചാനലും കാണണം. എന്നിട്ട് അതിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാം? കാരണം പണ്ടൊരാൾ പറഞ്ഞ മാതിരി ചിരിപ്പിക്കാം, പക്ഷെ പിന്നെ കിക്കിളിപ്പെടുത്താം, ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്ത് പറയാം? വെള്ളാപ്പള്ളിയെ നിങ്ങൾക്ക് കൂടെ കൊണ്ടു കിടക്കാം, വെള്ളാപ്പള്ളിക്ക് നിങ്ങൾക്ക് ഈ പൂമാലയാണിയാണ്, വെള്ളാപ്പള്ളിയെ നിങ്ങൾക്ക് കക്ഷത്ത് കൊണ്ട് കിടക്കാം, വെള്ളാപ്പള്ളിക്ക് നിങ്ങൾ സ്റ്റേജ് കൊടുക്കാം, അദ്ദേഹത്തെ പുകഴ്ത്താം, അദ്ദേഹത്തെ ആദരിക്കാം, എല്ലാം ചെയ്യാം. അതുപോലെ തന്നെ മന്ത്രിമാരായ AK ബാലൻ, അവരൊന്നും പ്രശ്നമില്ല നിങ്ങൾക്ക്. എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം വർഗീയതാണ് പറഞ്ഞത്. വല്ല നടപടിയും നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടായ പിന്നെ ഇതേമാതിരിയൊക്കെ ചാനലുകളിലൊക്കെ പലതും പറയും നിങ്ങളെ കുറിച്ചിട്ട്. നിങ്ങളെ പോക്ക് ശരിയല്ല എന്നുള്ളത് ചാനൽ തുറന്ന് പറയും. അതിനൊന്നും ചാനലിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ചാനലിലെ ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സഖാവേ, ആദ്യം നിങ്ങളെ മന്ത്രിമാരിൽ നിന്ന് നിങ്ങളെ നേതാക്കന്മാരെയൊക്കെ നാവടപ്പിക്കാൻ നോക്ക്.
എന്നിട്ട് വന്നിട്ട് ഇതുപോലെ വന്ന് ചിലക്ക്. അതാണ് ഏറ്റവും നല്ലത്. വെറുതെ കാര്യമില്ല.